ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ നെസ്റ്റോയിൽ പോകാറുണ്ട്. തൃശ്ശൂർ നെസ്റ്റോയിലാണ്. അപ്പോൾ ഈ പ്രാവശ്യം വെക്കേഷൻ കഴിയാൻ കണ്ട് സ്കൂൾ തുറക്കാൻ കണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയി. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ ചെല്ലാന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മക്കളുടെ കൂടെ പോകുമ്പോൾ എല്ലാവരും കൂടി ഒരു ഷോപ്പിങ്ങിന് പോണ ഒരു ത്രില്ലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കളർഫുള്ളാണല്ലോ, എല്ലാ ഐറ്റംസും നമുക്ക് മഴയും വെയിലും കൊള്ളാണ്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറേ ഐറ്റംസുകൾ, പിന്നെ ഫ്രീ ആയ ഐറ്റംസുകൾ, ഒന്നിനൊന്ന് ഫ്രീ, അല്ലെങ്കിൽ നല്ല നല്ല ഐറ്റംസുകൾ റേറ്റ് കുറവ് നോക്കിയിട്ടൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ നമ്മളങ്ങനെയൊന്നല്ല, നല്ല ഐറ്റംസുകൾ കുറേ എടുത്തു. കണ്ടില്ലേ, ന്യൂട്രലൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തത്. അതുപോലെ കുറേ ഐറ്റംസുകൾ ഈ പ്രാവശ്യം വാങ്ങി. ആദ്യം റേറ്റൊക്കെ നോക്കി വിലയൊക്കെ നോക്കിയിട്ട് എടുത്തിരുന്നത്. പിന്നെ ഇഷ്ടം മുഴുവനും പറക്കി കൂട്ടി ഇടലായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു എമൗണ്ടിൻ്റെ ഒരു ഐറ്റംസാണ് നമ്മൾ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തത്. ഇനി ഒരു 5-6 മാസത്തേക്ക് നെസ്റ്റോയിലേക്ക് കിടക്കില്ല എന്നാണ് നമ്മുടെ തീരുമാനം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രിങ്ക്സിൻ്റെ, അതായത് ഇതുപോലെ എന്താ പറയുക, ജ്യൂസുകൾ അതൊക്കെയാണ് സെലക്ട് ചെയ്തത്. ബിസ്ക്കറ്റ്, ജ്യൂസ്, അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസുകളൊക്കെ ആദ്യം എടുത്തു. അപ്പോൾ ഒരു സാധനങ്ങൾ പുതിയത് ട്രൈ ചെയ്ത് നോക്കാനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ഫിഷിനെ കണ്ടു, പക്ഷേ നമ്മൾ ഫിഷൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ ഡ്രീം കേക്ക് കണ്ടു. അപ്പോൾ ഡ്രീം കേക്ക് അവർ കുറേ ആയി പറയണു പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കണം എന്ന്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു. അതങ്ങനെ രസമൊക്കെ നോക്കി. പക്ഷേ അവർ പറഞ്ഞു അമ്മ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് രസം ഇതിനേക്കാളും എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും ഞാൻ കേക്ക് ഉണ്ടാക്കൽ നിർത്തിയ കാരണം കൊണ്ട് തന്നെ അവർ ഈ കേക്ക് കൊണ്ട് തന്നെ തൃപ്തിപ്പെടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എല്ലാം ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ ചുറ്റി നടന്ന് കുറേ കണ്ടു. കുറേയൊക്കെ വാങ്ങി, കുറേ ഒന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ അവിടുത്തെ പുതിയത് തുടങ്ങിയ ചായക്കടയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് പാനിപൂരി കണ്ടു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്കും റോസ്മോൾക്കും കേട്ടോ. അപ്പോൾ അത് രസം നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ പോയാലും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ രസം നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിലത്തെ പാനിപൂരി സൂപ്പറായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പാനിപൂരിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും അത് ടേസ്റ്റ് നോക്കി. അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, പോളാട്ടിന് ഇഷ്ടമല്ല, എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ ഒരു ഐറ്റം കൂടി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചിക്കൻ്റെ ഐറ്റമാണ്. അതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പിയാണ്, എന്നാൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതും നമ്മൾ രസമൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇതുപോലെ രസമൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങൽ തന്നെയായിരുന്നു. അതായത് കുറേ ഫ്രൂട്ട്സ് അവിടെ ഉണ്ട്, നല്ല കളർഫുള്ളല്ലേ കാണാനായിട്ട്. കുറേ നേരം വെറുതെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമല്ലേ. നെസ്റ്റോയിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോഴാണ് ഇതുപോലെ കൂടുതൽ കാണാം. അത് നല്ല ഐറ്റംസ് കാണാം, ഫ്രഷായത് കാണാം. അപ്പോൾ ഇത് കുറേ നേരമൊക്കെ നോക്കി നിന്നു. കുറച്ച് ഐറ്റംസൊക്കെ നമ്മളെടുത്തു. എന്നിരുന്നാലും വാങ്ങിയൊന്നും അങ്ങനെ വാങ്ങിയില്ല, നോക്കിയത് തന്നെയുള്ളൂ, വീഡിയോ പിടിച്ചിട്ടുള്ളൂ, വാങ്ങിച്ചില്ല. കാരണം നമ്മൾ മാങ്ങക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാങ്ങ വാങ്ങിയില്ല. പക്ഷെ നമ്മളൊരു പൈനാപ്പിൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. പിന്നെ പൈനാപ്പിൾ, നല്ല പൈനാപ്പിൾ കണ്ടപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. അപ്പോൾ അത് അങ്ങനെ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഐറ്റംസുകൾ ഇങ്ങനെ നോക്കി കണ്ട് വാങ്ങിക്കാൻ തന്നെയാണ് പോയത്. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആയിരുന്നു. മിളകും തക്കാളിയും അതുപോലെ തന്നെ സബോളയും, അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും കൂടി അവിടെ നിന്ന് എടുത്തു. എന്നിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ വശത്തു നിന്ന് പതുക്കെ മാറിപ്പോയത് കേട്ടോ. നല്ല ഒരു അടിയിലത്തെ നിലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ്. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ പിന്നെ കോസ്മെറ്റിക്സിൻ്റെ കടയൊക്കെ ഇതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ നിന്ന് പർച്ചേസ് ചെയ്താണ് ഫസ്റ്റ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പിള്ളേരല്ലേ, അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഐറ്റമാണ്. അത് 3 പേർക്ക് ഓരോന്നും എടുത്തു. ഞങ്ങൾ വാങ്ങിച്ചില്ല, കാരണം നല്ല കഫക്കെട്ടും നീരിവെച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, കോൾഡ് നല്ല രീതിയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ മക്കൾ വാങ്ങി. അതും ഒരു രസം. പിന്നെ നമ്മൾ ചിക്കൻ നഗറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പോപ്കോണില്ലേ ചിക്കൻ്റെ, അതും വാങ്ങിച്ചു. ഇത് അവിടുത്തെ സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ. അവിടെ പോയവർക്കൊക്കെ അറിയാം, അവിടെ തന്നെ അടിച്ചിട്ട് അവരെടുത്തിട്ടുള്ള അടിപൊളി ജ്യൂസായിരുന്നു. അത് വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ പറ്റി. ഇപ്പോൾ തന്നെ നമ്മുടെ സഞ്ചി ഏതാണ്ട് നിറയാറായിട്ടുണ്ട്. ഇന്ന് എന്തായാലും നിറഞ്ഞിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് നമ്മൾ പോയത്. പിന്നെയും ഓരോന്ന് കാണുമ്പോൾ എടുത്തെടുത്ത് ഇങ്ങനെ ഇടായിരുന്നു.
അതുപോലെ തന്നെ എന്തെന്ന് പറയുക, പിന്നെ നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് പോയത്. പ്രോസ്മോൾക്ക് ഈ എക്സലേറ്ററിൽ കയറാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, അങ്ങനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി മുകളിലേക്ക് കയറി പോവാം. ഇവിടെ പിന്നെ സ്റ്റെപ്പ് പോലെയല്ല, ഇങ്ങനെയാണ്, സ്ലോപ്പ് പോലെയാണ്. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് കുറച്ച് ഇവിടെ സോപ്പ് ഒക്കെ ഇല്ലേ, നെയിൽ പോളിഷ് സോപ്പ്, പിന്നെ അതുപോലെ ഇവർക്ക് കുറച്ച് ഐറ്റംസുകൾ വേറെ വേണം, ബാഗ്, ഷർട്ട്, അതുപോലെ അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടി വാങ്ങി. പക്ഷേ ബോളയുടെ വയ്യാണ്ടായി, ആളവിടെ ഇരുന്നു, ആൾക്ക് മതിയായി എന്ന് പറഞ്ഞ് അവസാനം ഇരിപ്പായി. പിന്നെ അപ്പോഴേക്കും നമ്മൾ ഇറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. കണ്ട ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച ഐറ്റംസാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പലചരക്ക് കട എങ്ങനെയാണ് കാണുക അതേപോലെയായിരുന്നു നമ്മൾ വാങ്ങിച്ച ഐറ്റംസ്. ശരിക്കും അത്രമാത്രം ഐറ്റംസാണ്, കണ്ടില്ലേ, തുണിയായിട്ടും പച്ചക്കറിയായിട്ടും ബിസ്ക്കറ്റുകളായിട്ടും മിഠായി ആയിട്ടും അങ്ങനെ നിറച്ച് ഐറ്റംസ് വാങ്ങിച്ച് ഞങ്ങളവിടെ നിന്ന് പോന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഒരു 3 മണിക്കൂർ നേരത്തെ പർച്ചേസിങ് ആയിരുന്നു. ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നുള്ളൂ, വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഒക്കെ നമ്മുടെ കാറിൻ്റെ ഡിഗ്ഗിയിലേക്കാണ് കയറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ രീതിയിലൊന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് പറ്റിയില്ല. അവർക്ക് ബിരിയാണി തന്നെ വേണം. അതുപോലെ തന്നെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇത് വെറും വെള്ളമാണ് കേട്ടോ, അത് തെറ്റിദ്ധരിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ചെന്ന വശത്ത് തന്നെ നമ്മൾ വെള്ളം കുടിച്ചിട്ടാണ് പരിപാടികൾ തുടങ്ങിയത്. പിന്നെ പൊറോട്ടയും ഫ്രൈഡ് റൈസും ചിക്കൻ ഉണ്ടായിരുന്നു, അങ്ങനെ ചില്ലി ചിക്കനായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ പോരാനുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.